ഈദ് മുബാറക്. എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ? ഞാൻ ഇന്നിവിടെ ബീഫ് ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ 65 ഉണ്ടാക്കി, പിന്നെ പുളിയിഞ്ചി, തൈര്, അച്ചാർ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ദാ സെലിയും ഷെയറാക്കും കുട്ടികളും എത്തിയിട്ടുണ്ട്. എപ്പോഴും നമ്പരുന്നൊക്കെ ഇവർ ഇവിടെ ഉണ്ടാവലില്ല. എന്നും അവിടെ കൂടിയിട്ട് വൈകുന്നേരം അങ്ങോട്ട് വരലുള്ളത്. പക്ഷെ ഇന്ന് ഉച്ചക്ക് തന്നെ ലഞ്ചിന് തന്നെ എത്തിയിട്ടുണ്ട്. ഷെയറാക്കും ഇല്ല കേട്ടോ. ഷെയറാക്കും ഇപ്പോൾ ഇറക്കി ജസ്റ്റ് ഒന്ന് കയറി ഈദ് മുബാറക്കൊക്കെ വിഷ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട്. ആച്ചിത എല്ലാവർക്കും മധുരം കൊടുന്നു തരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പാൽക്കോവയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറേ നേരം സംസാരിച്ച് കുട്ടികൾക്ക് വിശക്കാണ് തോന്നിയപ്പോൾ അവർക്ക് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ എപ്പോഴും കാക്കൂല്ലേ, നമ്മളെ കുടുംബത്തിലെ പല ആളുകളുടെ വീട്ടിൽ പോയിട്ടാണ് വരിക നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ. അപ്പോൾ അവരവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് വിശക്കൂല വേഗം. അപ്പോൾ ഞങ്ങൾ വിശക്കണവരങ്ങനെ കഴിക്കും. അല്ലാതെ പെരുന്നാളാച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങളാദ്യം കഴിക്കും, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഓര് വന്ന് കഴിക്കും അങ്ങനെ. അപ്പോൾ ഞങ്ങളത് ആ ഫുഡൊക്കെ കഴിച്ച് പുഡിങ്ങൊക്കെ കഴിച്ചിരിക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ അയാശും അയിനും എത്തിയിട്ടുണ്ട് കേട്ടോ. അയിനൂന് തലവേദനയാണ്, അതുകൊണ്ട് ഓനൊന്നിക്കില്ല, ഓനങ്ങനെ ഒതുങ്ങലോടത്ത് കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ സ്ഥിരം എന്നും തന്നെ ഇവിടെ വന്നാൽ തന്നെ പാട്ടിടുക, ചാടിക്കളിക്കുക, അതന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം കേട്ടോ.